ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, സർ ഈ 1111 എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? എന്തെങ്കിലും നെഗറ്റീവ് ആണോ അതോ പോസിറ്റീവ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ മൊബൈൽ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്തായിരിക്കാം അതിൽ സമയം 11:11 എന്ന് കാണുന്നത്. അതല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോക്കിൽ അല്ലെങ്കിൽ വാച്ചിലായിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് വല്ല വാഹനങ്ങളുടെയും നമ്പർ പ്ലേറ്റിലായിരിക്കാം 11:11 എന്ന് കാണുന്നത്. അങ്ങനെ പല പല സാഹചര്യങ്ങളിൽ പല വസ്തുക്കളിലും നമ്മൾ 11:11 എന്നുള്ളത് കാണാൻ ഇടയാകാറുണ്ട്. ചില ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയാം, എന്നാൽ ചില ആളുകൾക്ക് ഇതിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള ധാരണയുമില്ല. ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള സൈൻ തന്നെയാണ്. ദൈവത്തിൽ നിന്നും നമുക്ക് നൽകുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള സൈൻ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡീപ്പായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കേ അറിയുള്ളൂ. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത്, ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം, അല്ലേ? അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡിസയർ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈൻ തന്നെയാണ്. അത് മാത്രമല്ല, ഈ ഒരു 5 റീസൺസ് ഉണ്ട് നിങ്ങളത് കാണാൻ. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ പോസിറ്റീവ് ആണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തോട് നന്ദി പറയാൻ മറക്കാതിരിക്കുക. ഓക്കെ, ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസിൽ, അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അഥവാ ദൈവം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ചുറ്റുമുണ്ട് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങളൊന്ന് കോൺഷ്യസ് ആവണം, നിങ്ങളുടെ തോട്ടുകളെ ഒന്ന് ഒബ്സർവ് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. സോ എന്താണ് നിങ്ങളുടെ ചിന്ത എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇടപഴകുന്ന ആളുകളായിരിക്കാം. ചിലപ്പം ഡ്രീം മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളിലോട്ട് പുതിയ ആളുകൾ നിങ്ങളെ പരിചയപ്പെടുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം. സോ യു ഹാവ് ടു ബി കോൺഷ്യസ് അബൌട്ട് യുവർ തോട്ട്സ് ആൻഡ് സറൗണ്ടിങ്സ്. നിങ്ങളുടെ ചിന്തകളെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുപാടിനെ കുറിച്ചും വളരെയധികം കോൺഷ്യസ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സൈൻ നിങ്ങൾക്ക് നൽകുന്നത്. ഇനി രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത്, അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ഒരു സൈൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ബോധം ഉണ്ടായിരിക്കണം. ഞാനിത് പറയാൻ കാരണം, ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡെപ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ചില ആളുകൾ ചിന്തിക്കുന്നത് പാസ്റ്റിലെ കാര്യങ്ങളായിരിക്കാം, ചില ആളുകൾ ചിന്തിക്കുന്നത് പ്രസൻറ്റിലെ കാര്യങ്ങളായിരിക്കാം, ചില ആളുകൾ ചിന്തിക്കുന്നത് ഫ്യൂച്ചറിലെ കാര്യങ്ങളായിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിനെ പറ്റിയിട്ടാണോ ചിന്തിക്കുന്നത്, ആ തോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫീലിങ്സും ഇമോഷൻസും ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അതായിരിക്കും നമ്മൾ അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കോൺഷ്യസ് ആവണം. ഞാൻ പണ്ടത്തെ കുറേ പഴയ കാര്യങ്ങളാണോ ആലോചിക്കുന്നത്, ഇപ്പോഴും അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണോ? അങ്ങനെയാണെങ്കിൽ ആ ഫീലിംഗ് എന്തായിരുന്നോ, പോസിറ്റീവ് ആണെങ്കിൽ അത്, നെഗറ്റീവ് ആണെങ്കിൽ അതായിരിക്കും നമ്മൾ വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അട്രാക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നേരെ മറിച്ച് പ്രസൻറ്റിൽ എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്, ഞാൻ അതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്, അതെങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ഫീലിങ്സും ഇമോഷൻസും. അപ്പോൾ അതായിരിക്കും നമ്മൾ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഭാവിയിലെ നമ്മുടെ ലക്ഷ്യങ്ങൾ ഓരോന്നായിട്ട് മനസ്സിൽ പ്ലാൻ ചെയ്ത്, അതെങ്ങനെ ചെയ്യണം, അതെങ്ങനെ ചെയ്താൽ നന്നാവും, അതിനാദ്യം ഞാൻ എടുക്കേണ്ട ആക്ഷൻ എന്താണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇമോഷൻസും ഫീലിങ്ങും അറ്റൻഷനും ഒക്കെ ആ ഒരു കാര്യത്തിലായിരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ അതായിരിക്കും നമ്മുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രസൻ്റ് ആയിക്കോട്ടെ, പാസ്റ്റ് ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ, നിങ്ങൾ എന്താണോ ഡീപ്പായിട്ട് ചിന്തിക്കുന്നത്, ആ ചിന്തയുടെ ഇമോഷൻസ് എന്താണ്, ഫീലിങ്സ് എന്താണ്, അതായിരിക്കും നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടാനായിട്ട് പോകുന്നത്. അത് അട്രാക്റ്റ് ചെയ്യും എന്നുള്ള
അട്രാക്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു സൈൻ തന്നെയാണ്. ഇൻ കേസ് നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൽ നിന്നും സ്വിച്ച് ഓൺ ചെയ്ത് നിങ്ങൾ മറ്റൊരു തോട്ടിലോട്ട് പോവുക, വേറൊരു കാര്യത്തെ പറ്റിയിട്ട് ചിന്തിക്കുക എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇതുപോലെ തന്നെ അത് കാണാനുള്ള മൂന്നാമത്തെ ഒരു റീസൺ ആയിട്ട് പറയുന്നത് someone is trying to contact you എന്നുള്ളതാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ആൾ തന്നെയായിരിക്കും ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗായിരിക്കാം, അല്ലെങ്കിൽ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം. എന്താണെങ്കിലും ഒരാൾ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാൻ, നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാൻ, നിങ്ങളായിട്ടൊന്ന് ഇടപഴകാൻ വേണ്ടി കൊതിക്കുന്നുണ്ട്, അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൈനാണ്. അപ്പോൾ പലപ്പോഴും പല ആളുകളും ഈ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള കുറേ ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ 1111 കാണുന്നത് ഒരു ഹോപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് സൈൻ കൂടി ഈ 1111 എന്നുള്ളതിനുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആക്ടിവിറ്റീസോ കാര്യങ്ങളോ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതിലാണ് നിങ്ങളുടെ തോട്ട്സും ഇമോഷൻസും ഫീലിങ്സും എല്ലാം എങ്കിൽ അതും മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ് ഈ 1111 എന്നുള്ളത് കാണുന്നത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് യു ആർ ഓൺ ദ റൈറ്റ് പാത്ത് എന്നുള്ളതാണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള റൂട്ടിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനുവേണ്ടി ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് പാത്തിലാണ്. അങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ആ കോൺഷ്യസ് ആയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഓപ്പർച്യൂണിറ്റീസ് എല്ലാം അവിടെ ഉണ്ട്. നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള പാത്തിൽ തന്നെയാണ്, നിങ്ങളുടെ ആക്ഷൻസ് എല്ലാം ശരിയാണ് എന്നുള്ളത് തന്നെയാണ് ഈ 1111 എന്നുള്ളത് കൊണ്ട് നമുക്കൊരു സൈനായിട്ട് തന്നെ യൂണിവേഴ്സ് നൽകുന്നത്. പിന്നെ അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് മനസ്സിലാക്കാനുള്ളത് നിങ്ങൾ കറക്റ്റായിട്ടൊരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക, ആക്ഷൻ എടുക്കുക, നിങ്ങളുടെ നല്ല സമയമാണ് എന്നുള്ളത് തന്നെയാണ്. റൈറ്റ് പാത്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല സമയം വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ നല്ല ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്യുക, നിങ്ങൾ നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. തീർച്ചയായിട്ടും ലൈഫ് കളറാവാൻ പോവുകയാണ്, ഹാപ്പി ആവാൻ പോവുകയാണ്, സൂപ്പർ ആവാൻ പോവുകയാണ് എന്നുള്ളതൊക്കെ തന്നെയാണ് 1111 എന്നുള്ളത് കാണുന്നത് കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളിൽ ആരൊക്കെയാണ് 1111 കാണുന്നത് എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. താഴത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ 1111 കണ്ട എക്സ്പീരിയൻസ് എവിടെയാണ് കണ്ടത്, എപ്പോഴാണ് കണ്ടത്, നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള എക്സ്പീരിയൻസുകൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയുക. നിങ്ങളെപ്പോഴും കാണാറുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഭാഗ്യമുള്ള ആളായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ആക്ഷൻ എടുക്കുന്നതിലുള്ള കുറവ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തതിൻ്റെ അറിവില്ലായ്മയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇപ്പോഴും സ്ലോലി സക്സസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നല്ല റെസ്പോൺസിബിലിറ്റിയോട് കൂടിയിട്ട് വളരെ ഹാപ്പി ആയിട്ട് നല്ല ഇൻറ്റൻഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ലൈഫ് കളറാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സ്വപ്നം കാണുക, മുന്നോട്ട് പോവുക, നിങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യങ്ങളെല്ലാം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ നമുക്കുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് അതിലൊക്കെ ജോയിൻ ചെയ്ത് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ ഇനി മെസ്സേജ് അയക്കാൻ, കോൾ ചെയ്യാൻ ഒക്കെ ഭയം ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ഇടുക. ഞാനത് വായിക്കാം. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.